ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിലോട്ട് കടക്കുന്നതിന് മുമ്പേ നമുക്ക് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്താണെന്ന് നോക്കാം. So Keynes regarded national disposable income as the primary determinant of aggregate consumption. അതായത് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം അനുസരിച്ചാണ് ഒരു രാജ്യത്തിലെ ആഗ്രിഗേറ്റ് കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെറും കൺസംഷൻ അല്ല, ആഗ്രിഗേറ്റ് കൺസംഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേഷനിലെ ടോട്ടൽ കൺസംഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. എന്താണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻകം എ കൺട്രി ക്യാൻ അഫോർഡ് ടു സ്പെൻഡ് ഓൺ കൺസംഷൻ ഓഫ് കമോഡിറ്റീസ് ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ വിത്തൗട്ട് ഹാവിംഗ് ടു ഫൈനാൻസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ബൈ ഡിസ്പോസിംഗ് ഓഫ് അസറ്റ്സ് ഓർ ഇൻക്രീസിംഗ് ദി ലയബിലിറ്റീസ്. അതായത് കയ്യിലുള്ള അസറ്റ്സ് അല്ലെങ്കിൽ സ്വത്തുക്കൾ കളയാതെയും അല്ലെങ്കിൽ വിൽക്കാതെയും അതേപോലെ ലയബിലിറ്റീസ് കൂട്ടാതെ, ലയബിലിറ്റി എന്ന് പറയുമ്പം കടമെല്ലാം മേടിച്ച് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബേർഡൻ കൂട്ടാതെയും ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് കൺസംഷൻ കമ്മോഡിറ്റീസ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു വർഷം കൺസ്യൂം ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഇൻകമാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും കാര്യം അതിൽ വരുന്നുണ്ട്. അപ്പോൾ വേറെ രീതി പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം അവൈലബിൾ വിത്ത് ദ റെസിഡൻസ് ഓഫ് എ നേഷൻ ഫോർ കൺസംഷൻ ഓർ സേവിങ്സ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ബോത്ത് ഏൺഡ് ആസ് വെൽ ആസ് നോൺ ഏൺഡ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകവും വരും. അപ്പോൾ ആ മൊത്തം ഇൻകം ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ കയ്യിലുള്ള ആ ടോട്ടൽ ഇൻകം എത്രയാണോ, ആ ടോട്ടൽ ഇൻകം എന്നുള്ളത് കൺസംഷന് ഉപയോഗിച്ചെന്ന് വരാം അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടും വെച്ചെന്ന് വരാം. ആ ഇൻകം എത്രയാണോ അതിനെയാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കെയ്ൻസ് പറഞ്ഞത് ഈ പറയുന്ന കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിപ്പോൾ ഒരു ഹൗസ് ഹോൾഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഫോർ എ ഹോൾ ഇക്കോണമി ആണെങ്കിലും ശരി, കെയ്ൻസ് പറഞ്ഞ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം എന്ന് വെച്ചാൽ, ഇൻകം കൂടുന്ന അനുസരിച്ച് ഡിസ്പോസിബിൾ ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷനും കൂടും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതായത് ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടും, പക്ഷേ ഇൻകം കൂടുന്ന അതേ തോതിലായിരിക്കില്ല കൺസംഷൻ കൂടുന്നത്. കൺസംഷൻ കൂടുന്നതിൻ്റെ അളവ് അവിടെ ചെറുതായിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകത്തിൻ്റെ എത്ര പ്രപ്പോർഷനാണ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെയാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കൺസംഷൻ ടു എ സ്പെസിഫിക് ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ കെയ്ൻസ് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞ പ്രകാരം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ കൂടും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇൻകം കൂടുന്ന അനുസരിച്ച് അവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇൻ ദി ഷോർട്ട് റണ്ണിൽ. ഇതിനെയാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. The law states that men are disposed as a rule and on the average to increase their consumption as their income increases, but not by as much as the increase in their income. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കെയ്ൻസിൻ്റെ ആ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ അങ്ങനെ തന്നെ ഇവിടെ ഒന്നുകൂടി ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം കൂടുന്ന അനുസരിച്ച് ജനങ്ങളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലുള്ള കൺസംഷനും കൂടും, പക്ഷേ ഇൻകം കൂടുന്ന അതേ അളവിലായിരിക്കില്ല കൺസംഷൻ കൂടുന്നത്. ഇൻകം കൂടിയ അളവിനേക്കാൾ ചെറിയ അളവിൽ അല്ലെങ്കിൽ ചെറിയ തോതിലായിരിക്കുള്ളൂ കൺസംഷൻ കൂടുന്നത്. അപ്പോൾ CT എമൗണ്ട് ഓഫ് കൺസംഷൻ ആണെങ്കിൽ, അതേപോലെ YT ഡിസ്പോസിബിൾ ഇൻകം ഇൻ ടൈം പീരീഡ് T ആണെങ്കിൽ, ഡെൽറ്റ CTയും ഡെൽറ്റ YTയുടെയും സൈൻ സെയിം ആയിരിക്കും. അതിനർത്ഥം ചേഞ്ച് ഇൻ കൺസംഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം സിമിലർ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. അപ്പോൾ അതിനർത്ഥം ഈ ചേഞ്ച് ഇൻ കൺസംഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകത്തിൻ്റെ സൈൻ സെയിം ആണെന്ന് പറയുമ്പം അവിടെ MPC കോൺസ്റ്റൻ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ കൂടും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതിനർത്ഥം ഇൻകം കൂടുമ്പം അവിടെ APC ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒപ്പം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവിടെ MPC കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പം MPC ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ആൻഡ് വിൽ ഓൾസോ ബി ലെസ് ദാൻ 1. ഇതാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. അപ്പോൾ അടുത്തത് നമുക്ക് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം.
സോ കെയ്ൻസ് ഷോർട്ട് റൺ ടൈം പീരീഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാരണം ലോങ് റണ്ണിൽ കെയ്ൻസ് പറഞ്ഞിരുന്നത് വി ആർ ഓൾ ഡെഡ് എന്നാണ്. സോ കെയ്ൻസിൻ്റെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ കാണിക്കുന്നതും കറണ്ട് കൺസംഷൻ ആൻഡ് കറണ്ട് ഇൻകം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് കെയ്ൻസ് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള കറണ്ട് ഇൻകം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം എത്രയാണോ ആ ആബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം വെച്ചിട്ടാണ് ആ ഇൻഡിവിജ്വൽസിൻ്റെ കൺസംഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സി ടി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ടി എന്ന് പറയാൻ പറ്റും. വേർ സി ടി ഇസ് ദി കൺസംഷൻ ഇൻ ടൈം പീരിയഡ് ടി, വൈ ടി ഇസ് ദി ഡിസ്പോസിബിൾ ഇൻകം ഇൻ ദ ടൈം പീരിയഡ് ടി. പിന്നെ ഉള്ളത് എ ആൻഡ് ബി ആണ്. എ എന്ന് പറയുന്നത് ഓട്ടോണോമസ് കൺസംഷൻ ആൻഡ് ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ എ നമ്മുടെ ഇൻ്റർസെപ്റ്റ് ആണ്, ബി സ്ലോപ്പ് ആണ്. എ ഓട്ടോണോമസ് കൺസംഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുമ്പം ഇൻകം 0 ആണെങ്കിൽ ആ സമയത്ത് എത്രത്തോളം കൺസംഷൻ ആണ് നടക്കുന്നത് അതിനെയാണ് ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൈം പീരിയഡിൽ ഒരു ഇൻകവും കിട്ടിയില്ലെങ്കിൽ കൺസംഷൻ നടത്തില്ല എന്നല്ലല്ലോ. ചിലപ്പോൾ കടം മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ സേവിങ്സ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ കൺസംഷൻ നടത്തും. അപ്പോൾ അങ്ങനെ ഇൻകം 0 ആയിരിക്കുന്ന സമയത്ത് നടത്തുന്ന കൺസംഷൻ എത്രയാണ് അതാണ് ഓട്ടോണോമസ് കൺസംഷൻ, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് എ. ആൻഡ് ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ടി എന്ന ടൈം പീരിയഡിലെ ഇൻകത്തിൻ്റെ എത്ര പ്രപ്പോർഷൻ ആണ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ എത്ര പ്രപ്പോർഷൻ എന്നുള്ളതാണ് ബി അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെയാണ് കെയ്ൻസ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. സോ ഈ ഇക്വേഷന് 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സി ടി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ടി എന്ന ഈ ഇക്വേഷൻ ഒന്ന് ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണ്, 2 ഇറ്റ് ഇസ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷൻ. ഇതൊരു ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാര്യം ഇവിടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആണ്, അതോടൊപ്പം പോസിറ്റീവും ആണ്, ബട്ട് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ടാണ് ഈ കൺസംഷൻ ഫംഗ്ഷനെ ലീനിയർ ആയിട്ട് പറയുന്നത്. അതിനർത്ഥം എം പി സി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻകം കൂടുന്ന അനുസരിച്ച് അവിടെ കൺസംഷനും കൂടും എന്ന് തന്നെ വരും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്ന ഈ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ നോൺ പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. അതിനർത്ഥം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ കൂടും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതായത് ഇൻകം കൂടുമ്പം അവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ ചെറിയ തോതിലാണ് കൂടുന്നതെങ്കിൽ ആ ബാക്കിയുള്ള ഇൻകം എന്തായിരിക്കും ചെയ്യുന്നത്, ബാക്കിയുള്ള ഇൻകം അവിടെ സേവിങ്സ് ആയിട്ടായിരിക്കും ആ കൺസ്യൂമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം കൂടുന്ന അനുസരിച്ച് വെൻ കൺസംഷൻ ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്, ഒപ്പത്തിനൊപ്പം അതായത് സൈമൾട്ടേനിയസ്ലി സേവിങ്സ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇത് നമുക്കൊരു ടേബിൾ ഫോമാറ്റിലൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്ക് ആ ടേബിളിൽ നിന്നും കാണാൻ പറ്റുന്നത് ഡിസ്പോസിബിൾ ഇൻകം 0 ആയിരിക്കുന്ന സമയത്ത് കൺസംഷൻ 40 ആണ്. അപ്പോൾ ആ 40 റുപ്പീസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓട്ടോണോമസ് കൺസംഷൻ ആണ്, ഇൻകം 0 ആയിരിക്കുമ്പോൾ ഉള്ള കൺസംഷൻ. ആ സമയത്ത് അവിടെ സേവിങ്സ് -40, അതായത് ഡിസ് സേവിങ്സ് ആണ്. അതിനുശേഷം ഇൻകം 0യിൽ നിന്നും 100 ആയിട്ട് കൂടിക്കഴിയുമ്പം കൺസംഷൻ അവിടെ 40യിൽ നിന്നും 120 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എ പി സി കാണാം, സി ബൈ വൈ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എ പി സി അവിടെ 120/100 1.20 എന്ന് കിട്ടും. എം പി സി ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ അത് നമുക്ക് 0.80 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എം പി സിയുടെ കോളത്തിൽ കാണാം, എം പി സി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതേസമയം ആ ഒരു ലെവൽ ഓഫ് ഇൻകം 100 റുപ്പീസിൽ സേവിങ്സ് -20 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻകത്തേക്കാൾ കൂടുതലാണ് കൺസംഷൻ നിൽക്കുന്നത്. അതിനുശേഷം ഇൻകം 100ൽ നിന്നും 200 ആയിട്ട് കൂടുമ്പം കൺസംഷൻ 120യിൽ നിന്നും വീണ്ടും 200 ആയിട്ട് കൂടുന്നു. സോ ഇൻകവും കൺസംഷനും 200 ആയി. അതിനർത്ഥം എത്രത്തോളം ഇൻകമാണോ കൈ കിട്ടുന്നത് അത് ഫുൾ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ എ പി സി അവിടെ 1 ആയി, എം പി സി അപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, ആൻഡ് സേവിങ്സ് അവിടെ 0 ആണ്. കൺസംഷനും ഇൻകവും സെയിം ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം ഇൻകം 300ലോട്ട് കൂടുമ്പം കൺസംഷൻ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അത് നമുക്ക് എ പി സിയിൽ കാണാൻ പറ്റുന്നുണ്ട്. 1ൽ നിന്ന് എ പി സി 0.93 ആയിട്ട് കുറഞ്ഞു. എം പി സി അപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ 300 ഇൻകം കിട്ടുന്നതിൽ നിന്നും 280 ആണ് കൺസംഷൻ. അപ്പോൾ ബാക്കിയുള്ള 20 റുപ്പീസ് അവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് തന്നെയാണ് നമുക്ക് ഇൻകം 400 ആവുമ്പോഴും 500 ആവുമ്പോഴും കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ തന്നെയാണ് ഈ ടേബിളിൽ കാണുന്നത്. ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ കൂടുന്നുണ്ട്, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതാണ് ഇൻകം കൂടുന്ന അനുസരിച്ച് APC ഈസ് ഡിക്ലൈനിങ് ആൻഡ് MPC റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ. അപ്പോൾ ഇവിടെ APCയും MPCയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം APC കുറഞ്ഞാണ് വരുന്നത്, പക്ഷേ MPC കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ APC ഇസ് ഗ്രേറ്റർ ദാൻ MPC എന്നുള്ള ഒരു ഫിനോമിനൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ APC ഗ്രേറ്റർ ദാൻ MPC ആവാനുള്ള കാര്യം അവിടെ ഓട്ടോണമസ് കൺസംഷൻ ആയ Aയ്ക്കൊരു മാറ്റം വരുന്നില്ല. അതായത് ഇൻകം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോണമസ് കൺസംഷൻ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അതിന് മാറ്റം വരുന്നില്ല. അതേസമയം ലോങ് റണ്ണിലോട്ട് പോവുകയാണെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് കൂടുതൽ സേവിങ്സ് ഉണ്ടാകും, അതേപോലെ വെൽത്ത് ഉണ്ടായി എന്ന് വരാം. അപ്പോൾ അതേപോലെ തന്നെ ഇൻകവും കൂടിക്കൊണ്ടിരിക്കുമ്പം ഈ ഉള്ള വെൽത്തും സേവിങ്സും എല്ലാം വെച്ചുകൊണ്ട് ഇൻകം 0 ആണെങ്കിൽ പോലും കൺസംഷൻ ചേഞ്ച് ആയി എന്ന് വരാം, അതായത് ഓട്ടോണമസ് കൺസംഷൻ ചേഞ്ച് ആയി എന്ന് വരാം. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ MPCയും APCയുടെയും വാല്യൂ ഏകദേശം ഈക്വൽ ആയിട്ട് മോർ ഓർ ലെസ് ഈക്വൽ ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷോർട്ട് റണ്ണിൽ APC ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷനും ലെസ് ദാൻ 1 ആയിരിക്കും. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇൻകത്തിൽ വരുന്ന മാറ്റം അനുസരിച്ച് അത് കൺസംഷനിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷനും ഷോർട്ട് റണ്ണിൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം നമ്മൾ ഈ കണ്ട ടേബിളിലെ വാല്യൂസ് എല്ലാം നമ്മളുടെ കൺസംഷൻ ഫംഗ്ഷൻ ഇക്വേഷനായ CT ഈസ് ഈക്വൽ ടു A+BYT ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ കിട്ടും. അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ A അല്ലെങ്കിൽ ഓട്ടോണമസ് കൺസംഷൻ 40യും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആയ B 0.80 ആയിരിക്കും. എന്നിട്ട് കൺസംഷനും ഇൻകവും വാല്യൂസ് ആ ടേബിളിലുള്ള പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഒരു ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന 45 ഡിഗ്രി ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൺസംഷനും ഇൻകവും ഈക്വൽ ആണ് എന്നാണ് ആ 45 ഡിഗ്രി ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത് ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൺസംഷൻ ഫംഗ്ഷൻ, അതായത് C ഈസ് ഈക്വൽ ടു A+BY എന്ന് പറയുന്ന കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ 45 ഡിഗ്രി ലൈൻ. അതിനർത്ഥം അവിടെ ഇൻകത്തിനേക്കാൾ കൂടുതൽ കൺസംഷൻ ആണ്, ഒപ്പം സേവിങ്സ് നെഗറ്റീവ് ആണ്, അതായത് ഡിസ്സേവിങ്സ് ആണ് ആ ഒരു പോർഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഡിസ്സേവിങ്സ് ആയതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് ഒന്നില്ലെങ്കിൽ കടം മേടിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പണം ഉപയോഗിച്ചായിരിക്കും ആ ഒരു ടൈം പീരീഡിൽ കൺസംഷൻ നടത്തുന്നത്. അങ്ങനെ പതുക്കെ ഇൻകം കൂടി പോയിന്റ് ഇയിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്പോസിബിൾ ഇൻകവും കൺസംഷനും ഈക്വൽ ആകുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഉള്ള ഇൻകം എത്രയാണോ അത്രയും തന്നെയാണ് കൺസംഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ സേവിങ്സ് 0 ആയിട്ട് വരും. വീണ്ടും ഇൻകം കൂടുന്ന അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് കൺസംഷൻ ആൻഡ് ഇൻകം തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് വൈഡൻ ചെയ്ത് വരികയാണ്. അതായത് ഇൻകവും കൺസംഷനും രണ്ടും പോയിന്റ് ഇക്ക് ശേഷം കൂടി തന്നെയാണ് വരുന്നത്, പക്ഷേ കൺസംഷൻ ഇസ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതുകൊണ്ട് ആ ഗ്യാപ്പ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സേവിങ്സ് ഗ്യാപ്പാണ്, അതായത് സേവിങ്സ് റേറ്റ് ആണ് ആ ഒരു ഗ്യാപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് കെയ്ൻസിൻ്റെ ഷോർട്ട് റൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷോർട്ട് റണ്ണിൽ APC ഗ്രേറ്റർ ദാൻ MPC ആണെന്ന്. അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് APC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിയാം. APC ഈസ് ഈക്വൽ ടു C/Y എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം C ഈസ് ഈക്വൽ ടു A+BY ആണെന്ന്. സോ C/Yയിൽ Cൻ്റെ സ്ഥാനത്ത് നമുക്ക് A+BY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം APC ഈസ് ഈക്വൽ ടു A+BY ദ ഹോൾ ഡിവൈഡഡ് ബൈ Y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ A/Y പ്ലസ് BY ഡിവൈഡഡ് ബൈ Y എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ BY ഡിവൈഡഡ് ബൈ Yയിൽ Y ക്യാൻസൽ ആവുമ്പം നമുക്ക് ഫൈനലി A/Y പ്ലസ് B എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് APC ഈസ് ഗ്രേറ്റർ ദാൻ MPC എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് APC ഈസ് ഈക്വൽ ടു A/Y പ്ലസ് B എന്നാണ് നമുക്കിവിടെ ഫൈനലി കിട്ടിയിരിക്കുന്നത്. ആ B എന്ന് പറയുന്നത് MPC ആണ്. ആ MPCയോടൊപ്പം A/Y ആഡ് ചെയ്യുമ്പോഴേ APC കിട്ടുള്ളൂ. സോ
MPC അവിടെ ചെറുതും APC വലുതുമായിട്ടാണ് വരുന്നത്. അങ്ങനെ APC ഗ്രേറ്റർ ദാൻ MPC എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നത് ഷോർട്ട് റണ്ണിൽ ഇൻകം കൂടുന്ന അനുസരിച്ച് MPC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നാണ്. അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ MPC ഈസ് ഈക്വൽ ടു ഡെൽ C ബൈ ഡെൽ Y ആണ്. അപ്പോൾ ഇവിടെയും സിയുടെ സ്ഥാനത്ത് A+BY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MPC ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് A+BY വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് Y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ B, അതായത് MPC എന്ന് തന്നെ കിട്ടും. സോ ഇൻകം കൂടുന്ന അനുസരിച്ച് MPCയിലെ മാറ്റം അറിയാൻ വേണ്ടി നമ്മൾ MPCയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇൻകം നമ്മൾ കാണണം. അങ്ങനെ ചെയ്യുമ്പം ഡെൽ MPC ബൈ ഡെൽ Y ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് MPC ഈസ് ഈക്വൽ ടു B ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. സോ ഡെൽ B ഡിവൈഡഡ് ബൈ ഡെൽ Y വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം B അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു Y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. സോ ഇതിനർത്ഥം ഇൻകം കൂടുന്ന അനുസരിച്ച് MPC വിൽ റിമെയിൻ കോൺസ്റ്റൻ്റ് ഇൻ ദ ഷോർട്ട് റൺ എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷൻ ലെസ് ദാൻ 1 ആയിരിക്കുമെന്ന്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷൻ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽ C ബൈ ഡെൽ Y മൾട്ടിപ്ലൈഡ് ബൈ Y ബൈ C. അതായത് നമ്മൾ പൊതുവെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെൽ Q ബൈ ഡെൽ P ഇൻറ്റു P ബൈ Q എന്ന് ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസംഷനും നമ്മൾ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ C എന്നുള്ളത് A+BY ആണെന്ന് അറിയാം. സോ സിൻ്റെ സ്ഥാനത്ത് നമ്മൾ A+BY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പം ഡെൽ A+BY ഡിവൈഡഡ് ബൈ ഡെൽ Y മൾട്ടിപ്ലൈഡ് ബൈ Y ബൈ C എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് ഡെൽ A ബൈ ഡെൽ Y പ്ലസ് ഡെൽ BY ബൈ ഡെൽ Y മൾട്ടിപ്ലൈഡ് ബൈ Y ബൈ C എന്ന് വരും. അതായത് ഡെൽ A+BYനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ടേം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡെൽ A ബൈ ഡെൽ Y എന്നുള്ളത് 0 ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ദെൻ ഡെൽ BY ഡിവൈഡഡ് ബൈ ഡെൽ Y എന്നുള്ളത് നമുക്ക് B ആയിട്ട് കിട്ടും, മൾട്ടിപ്ലൈഡ് ബൈ Y ബൈ C. സോ B മൾട്ടിപ്ലൈഡ് ബൈ Y ബൈ C എന്ന് നമുക്ക് കിട്ടുന്നത് BY ഡിവൈഡഡ് ബൈ C എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ BY ഡിവൈഡഡ് ബൈ Cയിൽ C നമുക്കറിയാം ഇസ് ഈക്വൽ ടു A+BY ആണ്. സോ നമ്മൾ സിൻ്റെ സ്ഥാനത്ത് A+BY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ BY ഡിവൈഡഡ് ബൈ A+BY എന്ന് നമുക്ക് കിട്ടും. സോ ഈ ഫ്രാക്ഷനിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് BY എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷനും A+BY എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ പ്ലസ് ഓട്ടോണോമസ് കൺസംഷൻ ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ഒരു വാല്യൂ ആണ്, അതിനോടൊപ്പം ഓട്ടോണോമസ് കൺസംഷനും കൂടി ആഡ് ചെയ്യുമ്പം ആ വാല്യൂ അവിടെ കൂടും. അപ്പോൾ നമുക്ക് ആ ഫ്രാക്ഷനിൽ കാണാൻ പറ്റുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആയ BY ഒരു സ്മോളർ വാല്യൂ ആൻഡ് A+BY അതായത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ പ്ലസ് ഓട്ടോണോമസ് കൺസംഷൻ കമ്പാരിറ്റീവ്ലി ഒരു വലിയ വാല്യൂ ആയിരിക്കും. സോ ഒരു സ്മോളർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു ബിഗർ വാല്യൂ ചെയ്യുമ്പം എപ്പോഴും നമുക്ക് ലെസ് ദാൻ 1 ആയിരിക്കും വാല്യൂ കിട്ടുക. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ സിൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ A+BY the income elasticity of consumption is also less than 1. സോ കെയ്ൻസിൻ്റെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കെയ്ൻസ് പറയുന്നത് കറണ്ട് കൺസംഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ആബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം ആൻഡ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് CT ഈസ് ഈക്വൽ ടു A+BYT എന്നാണ്. രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട് റണ്ണിൽ APC ഈസ് ഗ്രേറ്റർ ദാൻ MPC whereas in the long run both MPC and APC will be closer or more or less equal എന്നാണ്. മൂന്നാമത് നമുക്ക് ഈ ഒരു ഹൈപ്പോത്തിസിസിൽ കാണാൻ പറ്റുന്നത് ഷോർട്ട് റണ്ണിൽ MPC will remain constant with every increase in income and finally നമുക്ക് കാണാൻ പറ്റുന്നത് income elasticity of consumption is less than 1 എന്നാണ്. സോ ഇതാണ് കെയ്ൻസിൻ്റെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.